ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സായി യാദവ് വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള കുറച്ച് ഇയറിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. കുറേ ഒന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം എന്റെ ഇയറിംഗ്സ് കളക്ഷൻസ് കണ്ടാലോ ഗൈസ്? അപ്പൊ എന്റെ ആദ്യത്തെ ഇയറിംഗ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു ഇയറിംഗ് ആണ്. എന്റെ അനിയത്തിന്റെ എൻഗേജ്മെന്റിന് വളരെയധികം എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങിച്ചൊരു ഇയറിംഗ് ആണ് ഗൈസ്. ഇത് എങ്ങനെയുണ്ട് ഗൈസ്? പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫേസിനെക്കാളും വലുത പോലെ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തില്ല ഗൈസ്. ഇതൊരു ഭംഗി കണ്ടിട്ട് മേടിച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും എത്ര വലുതാണെന്നുള്ളത്. സോ ഇതാണ് എന്റെ ഫസ്റ്റ് കമ്മൽ. എന്റെ ഫേവറേറ്റ് കമ്മലാണ്, നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിന്റെ ലിങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ എന്റെ അടുത്ത ഫേവറേറ്റ് കമ്മലാണ്. എല്ലാം എന്റെ ഫേവറേറ്റ്സ് ആണ്, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ലേ നമ്മൾ വാങ്ങുള്ളൂ. ഇതേ ഈ ഒരു കമ്മൽ കേട്ടോ, എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ ഗൈസ്? ഇതും മീഷോ പ്രോഡക്റ്റ് തന്നെയാണ്. മീഷോ ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഡ്രസ്സ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഡ്രസ്സ് ഞാൻ ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ ഞാൻ മീഷോ തന്നെയാണ് വാങ്ങിക്കുക, കാരണം നല്ല ക്വാളിറ്റി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഇത് നമുക്ക് ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂട്ടിയായിട്ട് യൂസ് ചെയ്യാം ഗൈസ്. കൊള്ളാം അല്ലേ? ഇതാണ് രണ്ടാമത്തെ ഇയറിംഗ് ഗൈസ്. അടുത്തൊരു ജുംക്കയാണ്, ഒരു ഗ്രീൻ കളർ ജുംക്ക ഗൈസ്. ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാൻ തിരുവാതിരക്കളിക്ക് വാങ്ങിച്ചൊരു ജുംക്കയാണ്. എങ്ങനെയുണ്ട്? ഗ്രീൻ കളർ ബ്ലൗസ് ആയിരുന്നു, അപ്പൊ അതിന് മാച്ചായിട്ട് വാങ്ങിച്ചൊരു ജുംക്കയാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് എന്റെ ജുംക്കാസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഏകദേശം കുർത്താസിന്റെ കൂടെ ആണെങ്കിലും സൽവാറിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഞാൻ മോസ്റ്റ്ലി ഇട്ടിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. എനിക്കിതിന്റെ മെറ്റലിന്റെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഒരു ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഉള്ള ഇയറിംഗ് ആണ്. നല്ല ഭംഗിയില്ലേ ഗൈസ്? ഇതിന്റെ കൊളുത്തൊക്കെ ഞാൻ കുറെ തവണ ഇട്ടിട്ടിട്ട് ചളിങ്ങിട്ടിട്ട് ഉണ്ട് ഗൈസ്. ഇതെന്റെ ഫേവറേറ്റുള്ള ജുംക്കയാണ്. ഭംഗിയില്ലേ? സൽവാറിന്റെ ഒക്കെ കൂടി ഇടുമ്പം ഭംഗിയായിരിക്കും. ഇതാണ് ഗൈസ് അടുത്ത കമ്മല് ഗൈസ്. അപ്പൊ ജുംക്കാസ് ഇവിടെ തീരുന്നില്ല. നെക്സ്റ്റ് ഒരു ജുംക്ക തന്നെയാണ്, ഒരു സ്കൈ ബ്ലൂ കളർ ജുംക്ക. ഇത് ഞാൻ എപ്പോ വാങ്ങിച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, പക്ഷേ വാങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇത് ഏതോ ഒരു ബ്ലൂ കളർ ഡ്രസ്സിന്റെ കൂടെ വേറെ വേണ്ടി വാങ്ങിച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നശിപ്പിക്കില്ല. അത് എത്ര തവണ ഇട്ട് കഴിഞ്ഞാലും ഞാൻ അത് അങ്ങനെ സൂക്ഷിച്ചു വെക്കും ഗൈസ്. എനിക്ക് ഇതൊക്കെ ഒരു 5-6 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ജുംക്കയാണിത്. പക്ഷെ നല്ല ഭംഗിയില്ലേ ഗൈസ്? അപ്പൊ ഇതാണ് അടുത്ത ജുംക്ക. ഇതൊന്നും ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല, ഇതൊക്കെ നമ്മള് ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങിച്ചാണ് ഗൈസ്. ഗൈസ്, ഇവിടെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ മൈക്ക് പ്രശ്നമായി ഗൈസ്, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത കമ്മല് നോക്കിയാലോ? ഇതാണ് ഗൈസ് അടുത്ത കമ്മല്. ഇതും ഒരു ജുംക്ക തന്നെയാണ്, പക്ഷെ ഇതിപ്പോ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ റിങ് കണ്ടോ, ഇതിന്റെ കളറൊക്കെ പോയി. പക്ഷെ ജുംക്ക അടിപൊളിയാണ്, ജുംക്ക ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇത് ഒരിക്കലും കളയില്ല ഗൈസ്. ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജുംക്കയാണ്. അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാം, അധികം ഒന്നും കളർ ഫെയ്ഡ് ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം യൂസ് ചെയ്യാം ഗൈസ്. നല്ല അടിപൊളി ജുംക്കയാണ്. ഞാനിങ്ങനെ ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ ഇടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള കമ്മലാണ് ഇതെന്ന് തോന്നുന്നു. അതോ ഇതിന്റെ അനിയത്തിന്റെ കമ്മലാണോ? ഓർമ്മയില്ല ഗൈസ്. അനിയത്തിന്റെ ആണെന്നാണ് എന്റെ ഒരു തോന്നല്. എന്റെ അല്ല, ഇത് അനിയത്തിന്റെ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതെന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. അടിപൊളിയായില്ലേ? അപ്പൊ ഇതാണ് അടുത്ത കമ്മൽ ഗൈസ്. അപ്പൊ ഇത്ര നേരം നമ്മൾ ജുംക്കയല്ല കണ്ടത്. അപ്പൊ ഇനി അങ്ങനത്തെ അല്ലാത്ത കമ്മലോട് നോക്കിയാലോ? അക്കൂട്ടത്തിലുള്ള ഒരു അടിപൊളി കമ്മലാണ് ഗൈസ്. ഇത് കാണുന്നുണ്ടോ? ഇതൊരു വെറൈറ്റി കമ്മലാണ്. പക്ഷെ ഇത് എന്റെ അല്ല ഗൈസ്, അനിയത്തിന്റെ ഇത് എടുത്തതാണ്. പക്ഷെ
അവളെനിക്ക് ഇടാൻ വേണ്ടി തന്നാണ്. അപ്പൊ ഞാനൊരു ഈ കമ്മലുകളൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് ഇട്ടപ്പോ കൂട്ടത്തിൽ കിട്ടിയതാണ് ഗൈസ്. അപ്പൊ അത് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കണ്ടോ? നല്ല ഡ്രസ്സുള്ള കമ്മലാണ്. നല്ല വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് ഗൈസ്. അപ്പൊ ഇതാണ് അടുത്ത കമ്മല് ഗൈസ്. അടുത്തതും ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലാണ്. അതെ, ഇതിന്റെ ഒക്കെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കമ്മലാണ് ഗൈസ്. ഗിഫ്റ്റ് കിട്ടിയ കമ്മലാണിത്. നല്ല ഡ്രസ്സല്ലേ? അടിപൊളിക്ക് നല്ല ഡ്രസ്സല്ലേ ഗൈസ് കമ്മല്? പൊതുവെ ഈ വൈറ്റ് സ്റ്റോൺ ഉള്ള കമ്മലുകളൊക്കെ നല്ല ഭംഗിയായിരിക്കും. എന്റെ ഫേവറേറ്റ് കമ്മലാണ് ഗൈസ്. പക്ഷെ ഞാൻ ഇത് കേട് വരണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കണം. പക്ഷെ എടുത്ത് വെച്ച് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ഫെയ്ഡായി തുടങ്ങി. പക്ഷെ എന്നാലും എന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. നമുക്ക് അടുത്ത് നോക്കിയാലോ ഗൈസ്. എൻ്റെ ഒരു നല്ലൊരു അടിപൊളി ഫേവറേറ്റ് കമ്മലുണ്ടായിരുന്നു. അതിന്റെ ഒരു ജോഡി കാണാനില്ല. ഇന്നലെ അമ്പാടി ഇതെടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ എവിടെയോ കൊണ്ട് ഇട്ടാണെന്ന് തോന്നുന്നത്. ഈ ഒരു കമ്മലാണ് ഗൈസ്. നല്ല രസമുള്ള കമ്മലാണ്. കണ്ടോ? ഈ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. അടിപൊളി കമ്മലാണ്. ഇതിന്റെ ഒരു ജോഡി കാണാനില്ല ഗൈസ്. ഈ ബോക്സിൽ കാണാനില്ല. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കണം. ഇത് നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. കുഞ്ഞതാണ്, പക്ഷെ ക്യൂട്ടാണ്. ഡ്രസ്സല്ലേ? നല്ല ഭംഗിയില്ലേ ഗൈസ്? ഇത് സ്റ്റാർ ഒക്കെ ആയിട്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പൊ എന്റെ ഇയറിങ്സ് എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കുറെയൊക്കെ പൊട്ടിയതും കേട് വന്നതും കളർ പോയതൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കുറെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇയറിങ്സ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്റെ നോസ്പിന്റെ കളക്ഷൻ ഒന്ന് കണ്ടല്ലോ. അധികം ഒന്നുമില്ല, 3-4 ഉള്ളൂ. അപ്പൊ അതും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ഗൈസ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഗോൾഡ് ആണ്. ഇതെനിക്ക് അമ്മ വാങ്ങിച്ചു തന്നാണ് ഗൈസ് ഗോൾഡ്. ഇതല്ലാതെ ഞാൻ 2-3 വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നൊന്നും ഇല്ല. ജസ്റ്റ് ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഗൈസ്. അപ്പൊ അതുകൂടെ നോക്കിയാലോ, നമുക്ക് ഇട്ട് നോക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ഓൾറെഡി എന്റെ മൂക്കിലുണ്ടായിരുന്ന ഗോൾഡിന്റെ നോസ്പിൻ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഫേസ് അയ്യോ മുക്കുത്തി പോയപ്പോ മുഖം എങ്ങനെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്കിതിൽ വേറെ ഇയറിങ് വെച്ച് സോറി ഗൈസ്, ഇയറിങ്ങിന്റെ വീഡിയോ എടുത്ത ശേഷം അതിന്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. അപ്പം നമുക്ക് നോസ്പിന് വെച്ച് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വേറെ നോസ്പിനൊക്കെ വയ്ക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന് ഗൈസ്. ആദ്യത്തെ നോസ്പിൻ ഇതാണ്. കറക്റ്റായിട്ട് കാണുന്നില്ലേ? ഒരു റെഡ് കളർ നോസ്പിനാണ് കേട്ടോ. ഇത് വെച്ച് നോക്കാം. ഇങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? അറിയുന്നില്ല, പക്ഷേ കൊള്ളാം. എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതാണ് ആദ്യത്തെ. അടുത്തത് നോക്കിയാലോ. ഇങ്ങനെ എടുക്കാൻ പറ്റുട്ടോ ഗൈസ്. അടുത്ത ഒരു നോസ്പിൻ ആണ് ഇത്. കാണുന്നുണ്ടോ? ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലേ? ഒരു റിംഗ് ടൈപ്പ് ആണ് ഗൈസ്. നമുക്കിത് വെച്ച് നോക്കാം. നമ്മളിത് ആദ്യം ഇങ്ങനെ അകത്തണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ടാസ്ക് ആണ്. ഇങ്ങനെയുണ്ട് ഗൈസ്. കൊള്ളാവോ? ഞാനിതൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല. യൂസ് ചെയ്യാറുണ്ട്, കുർത്തീസൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഡെയിലി ഒന്നും ഇടാറില്ല. എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏത് നോസ്പിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് പറയണേ. ഇതൊക്കെ ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? വലിയ കുഴപ്പമില്ലല്ലേ? അപ്പൊ അടുത്തത് നോക്കിയാലോ. സിമ്പിളായിട്ട് എടുക്കാൻ കിട്ടും ഗൈസ്. അടുത്ത നോസ്പിന് നോക്കിയാലോ. ഒരു സ്റ്റാറിന്റെ നോസ്പിനാണ്. പക്ഷെ ഇത് നമ്മള് മൂക്ക് കുത്താത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്?
എനിക്കധികം ഇഷ്ടമായില്ല ഗൈസ്. നിങ്ങൾ പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഫേസിന് ചേരുന്നില്ല. പറയൂ ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇതാണ് ഗൈസ് അടുത്ത മുക്കുത്തി. അപ്പം ഈ ലാസ്റ്റ് ഒരു ഒരെണ്ണം കൂടെ ഉള്ളൂ, കഴിഞ്ഞു എൻ്റെ പ്രഹസനമൊക്കെ. അപ്പം ഇതാണ് മൂന്നാമത്തെ. ഓ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പച്ചക്കറിക്കാരന് പച്ചക്കറി വിൽക്കാൻ വരണം. എന്തൊരു കഷ്ടമാണ് ഗൈസ്. അപ്പം അടുത്ത മുക്കുത്തി ഇതുപോലെ പ്രസ് ചെയ്യാൻ പറ്റുന്ന മുക്കുത്തിയാണ്. അപ്പം മുക്കുത്തി വെക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും, പക്ഷെ മൂക്ക് കുത്താൻ മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മുക്കുത്തി നല്ല രസമുണ്ടാവും. വൈറ്റ് സ്റ്റോൺ ആണ് ഇത്. പിള്ളേരിവിടെ റോട്ടിൽ കൂടെ സൈക്കിൾ ഓട്ടിച്ച് കളിക്കുന്നതിന്റെ സൗണ്ടാണ് ഗൈസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നത്. അപ്പം നമുക്ക് വെച്ച് നോക്കിയാലോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നിൽക്കുള്ളൂ. എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ ചെറിയ ഫേസ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വേഷക്കെട്ടുകളൊന്നും ചേരുന്നില്ല. പിന്നെ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പം എൻ്റെ ആഗ്രഹം തോന്നി വാങ്ങിച്ചു. ജസ്റ്റ് ഇങ്ങനെ വീഡിയോസിലെങ്കിലും അല്ലേ വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ ഇതൊന്നും അങ്ങനെ നോർമലായിട്ട് യൂസ് ചെയ്യില്ല ഗൈസ്. എന്നാലും പ്രഹസനം കാണിക്കുന്നതിന് ഒരു കുറവും വേണ്ട. ഇത് എങ്ങനെ ഉണ്ട് ഗൈസ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഞാൻ ഇപ്പം ഇത്ര നേരം ഇട്ട മുക്കുത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഫേസിന് ഏതാണ് ചേരുന്നതെന്ന്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ്. പക്ഷേ നോക്കിയപ്പം ഷോർട്ട് വീഡിയോയിൽ ഒതുങ്ങില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുത്തത്. അപ്പം ലോങ് വീഡിയോ എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നോസ്പിന്നും കൂടെ കാണിച്ചു തന്നത് കേസ്. അപ്പം ഞാൻ ഒരുപാട് നാളെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറയാം ഞാൻ എങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഗൈസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ ബൈ ബൈ.